ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു കൊന്തയാണ് ഉണ്ടാക്കുന്നത്. കൊന്തയുടെ ബ്രേസ്ലെറ്റാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു നമ്മുടെ ക്രോസ് ഉണ്ട്, ഒരു കുരിശുണ്ട്, പിന്നെ കുറച്ച് മുത്തുകൾ വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് അധികം ഞാനിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇലാസ്റ്റിക് ടേപ്പ് പോലെയുള്ള ഒരു സാധനമുണ്ട് കേട്ടോ. എനിക്കെൻ്റെ കറക്റ്റ് പേരൊന്നും അറിയത്തില്ല. അപ്പോൾ അതുപയോഗിച്ചിട്ടാണ് ഞാൻ സാധാരണ ബ്രേസ്ലെറ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ പല ഷേപ്പിൽ, പല കളറിൽ ഒക്കെ ഒരു കൊന്ത ചെയ്താലോ എന്ന് ആഗ്രഹം. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇതേണക്ക് കുറച്ച് മുത്തുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് കുഞ്ഞു മുത്ത്, നമ്മുടെ വലിയ മുത്ത് ഇടത്തില്ലേ, അതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ മുത്തുകൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇതുപോലെ നമ്മൾ ഇട്ടിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒരു 10 എണ്ണം ആയിട്ട് ഇത് കറക്റ്റായിട്ട് എണ്ണിക്കോണം കേട്ടോ. കറക്റ്റായിട്ട് കൗണ്ട് ചെയ്ത് പോണേ. എനിക്ക് ആദ്യം ചെയ്തപ്പോൾ തെറ്റ് പറ്റിയായിരുന്നു. കാരണം സാധാരണ ബ്രേസ്ലെറ്റിന് നമുക്ക് എണ്ണം വേണ്ടല്ലോ, കറക്റ്റ് കൈയുടെ അളവിന് മതിയല്ലോ. അപ്പോൾ കൊന്തയാകുമ്പോൾ നമുക്ക് എണ്ണം വേണം. അപ്പോൾ ഈ വലിയ മുത്തുകളെല്ലാം 10 എണ്ണം വരുന്ന രീതിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഇടുന്നത് ചെറിയ മുത്താട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ മുത്തുകൾ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു റിങ്ങാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വേറെ റോസറി ചെയ്തതിലെല്ലാം മുത്തുകളായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്, ചെറുത്. പിന്നെ ഇങ്ങനത്തെ ഷേപ്പിലൊരു ക്രോസ് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഇച്ചിരി കൂടെ ഒരു വലിയ, നമ്മൾ സാധാരണ ഇട്ട അതേ സെയിം മുത്തിടുക. അത് കഴിഞ്ഞിട്ടൊരു വലിയ മുത്ത് കൊടുക്കുക. അപ്പോൾ ഈ വലിയ മുത്ത് കൊടുത്തതിന് ശേഷം പിന്നെയും നമ്മൾ ആ സെയിം കളറിലുള്ള വൈറ്റ് കളറിൽ ക്രോസുള്ള അതിൻ്റെ 3 മുത്തുകളൂടെ കൊടുക്കുക. അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ ചെറിയ ചെറിയ മുത്തുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ കൊന്ത പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അതറിയാമല്ലോ. നമ്മൾ ഒരു സ്വർഗസ്നായ പിതാവ് ചൊല്ലുന്നതിടത്താണ് ഈ റെഡ് ഞാൻ കൊടുത്തത് കേട്ടോ. പിന്നെ ഈ 3 എണ്ണം ഉള്ളത് നമ്മൾ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നതും ആയിട്ടാണ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അല്ലാതെ 10 മുത്തുകൾ മാത്രം ഇടുമ്പോൾ നമ്മുടെ കയ്യിലിടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3 മുത്തും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് കൊടുത്തേക്കുന്നത്. അങ്ങനെ ലാസ്റ്റത്തെ ഇതിൽ നമുക്ക് സ്വർഗസ്നായ പിതാവും പിതാവിനും പുത്രനും ചൊല്ലുന്നത് പോലെ കൊടുക്കുക. എന്നിട്ട് ഇത് കെട്ടുന്നതാണ് ടാസ്ക്. ചിലപ്പം നമ്മൾ സാധാരണ കെട്ടത്തില്ലേ, അപ്പോൾ അത് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് പിന്നെ ഒന്ന് റൗണ്ടായിട്ട് അതിലൂടെ തന്നെ ഒന്ന് ഇപ്പം ചെയ്യുന്നത് നോക്കിക്കോണേ. ഇങ്ങനെ റൗണ്ട് ചെയ്യുക, പിന്നെയും ഒന്ന് റൗണ്ട് ചെയ്യുക. അങ്ങനെ ഒരു 3 പ്രാവശ്യം അങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. അപ്പോൾ അത് ഇളകി പോകത്തില്ല. കാരണം ഇത് ഇലാസ്റ്റിക്കിൻ്റെ ബാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് വലിക്കുമ്പോൾ ചിലപ്പോൾ ഇളകിപ്പോവും. എന്നിട്ട് ഞാൻ ഒരു കെട്ടും കൂടെ കൊടുത്തു, കാരണം ഇളകി പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എൻ്റെ കയ്യിലൊരു ഗ്ലൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്ലൂ ഉപയോഗിച്ച് ഞാനിതിനെ ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുകയും കൂടെ ചെയ്യും. അപ്പം ഒന്ന് സെക്യൂറായിട്ടിരിക്കുമല്ലോ. അങ്ങനെ കട്ട് ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്യണം. കണ്ടേതാ ഈ ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇവിടെയല്ലേ നമുക്ക് കെട്ടുള്ളത്, അപ്പോൾ ആ കെട്ടുള്ള ഭാഗത്ത് ഗ്ലൂ കൊടുക്കും കേട്ടോ. നല്ല ഗ്ലൂ ആട്ടോ ഇത്. ഇച്ചിരി സമയം എടുക്കും ഇത് ഇച്ചിരി ഒട്ടാൻ. എന്നാലും B7000-ൻ്റെയാണ്. നല്ല ഗ്ലൂ ആണിത്. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇയറിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മുടെ ആ വലിയ മുത്തില്ലേ അതിനകത്തോട്ട് അങ്ങ് ആക്കി കൊടുക്കും. അപ്പോൾ അവിടെ ഇരുന്ന് അതങ്ങ് ഒട്ടിക്കോളും. പിന്നെ നമുക്കത് കാണത്തുമില്ല, അത് ഇളകി പോകത്തുമില്ല. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തോടെ കേട്ടോ. ആദ്യം ഞാൻ ചെയ്തതിൽ എനിക്ക് 9 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അഴിച്ചിട്ട് പിന്നെയും ചെയ്തു. അതാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണി നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് കെട്ടുന്നതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇല്ലെങ്കിൽ അഴിഞ്ഞു പോകാത്ത രീതിക്ക് കുറേ ഇത് കെട്ടുന്ന രീതികളുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടോ, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കയ്യിലിടുമ്പോൾ ഇത് സ്റ്റോണിൻ്റെ ഒരു സ്റ്റോണ് വെച്ചിട്ട് ഒരെണ്ണം ചെയ്തതാണ്. ഇതും എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ ഒത്തിരി ചെയ്തിട്ടുണ്ട് കേട്ടോ. കൊള്ളാമോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര എണ്ണം ഉണ്ടായിരിക്കും ഇത് ഏകദേശം? ഞാൻ ഇന്ന് ഫുള്ള് ഇതിരുന്ന് ചെയ്തതായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എൻ്റെ വീഡിയോ ക്വാളിറ്റി നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷേ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം വൈറ്റും ഗോൾഡൻ കളറും കൂടെ ഒക്കെ വരികയല്ലേ, അപ്പോൾ ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.